എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുടയുണ്ടല്ലോ, ആ കുട വല്ല കമ്പി ഒടിഞ്ഞോ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതൊരു ടോട്ട് ബാഗാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. കൂട്ടത്തിലൊരു പേഴ്സ് കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുടയുടെ തുണി വെച്ച് തയ്ച്ചെടുക്കുന്ന ഈ ബാഗും ഇതുപോലത്തെ ഒരു പേഴ്സും ഒക്കെ മഴ സമയത്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ബാഗും പേഴ്സും ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം മഴയില്ല, ഇപ്പം നല്ല ചൂടാണ്. ചൂടത്ത് പോകണമെങ്കിൽ നമുക്കൊരു കുടയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അത്രയും ചൂടാണ്. അപ്പോൾ പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്ത കൊള്ളത്തില്ലാത്ത ഒരു കുട എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കുട കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ കുട വെച്ചിട്ടാകട്ടെ ഇന്നത്തെ നമുക്കൊരു ടോട്ട് ബാഗും സിമ്പിളായിട്ടുള്ളൊരു പേഴ്സും തയ്ച്ചെടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കൊള്ളത്തില്ലാത്ത കുടയുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബാഗും ഒരു പേഴ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ കുടയുടെ കമ്പിയൊക്കെ നമുക്കൊന്ന് ഊരി മാറ്റണം കേട്ടോ. മാറ്റിയിട്ട് ഈ കുടയുടെ ഈ തുണി തയ്ച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോണായിട്ടാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുടയുടെ ഈ തുണി എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ചെറുതായിട്ട് തേപ്പൊട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കണം. ഞാനിത് തേച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി ഇതിങ്ങനെ കോണോട് വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരണം. അപ്പം ഈ കുടയുടെ തുണിക്ക് വീതി കിട്ടും. ഇത് ഈ തുണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോണോടാണല്ലോ കുട തയ്ച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നേരെ എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ടാക്കിയിട്ട് ഇതുപോലെ കോണോടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ടിരണം. അപ്പോൾ തുണിക്ക് വീതി കിട്ടും കേട്ടോ, കുടയുടെ തുണിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് വെച്ച് അങ്ങനെ ഇതാ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബാഗിനുള്ള അത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടോട്ട് ബാഗ് തയ്ക്കുന്നതിന് ലൈനിങ്ങും കൂടെ വേണം. അപ്പോൾ ഞാൻ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് കുടയുടെ തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് അതും ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലൈനിങ് പീസും 2 പീസുണ്ട്, നമ്മുടെ കുടയുടെ തുണിയും 2 പീസായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന തുണിയുടെ വീതി നീളവും പറയാം കേട്ടോ. 13 ഇഞ്ച് വീതി 13 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ് പീസും ആ സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആ ലൈനിങ് പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ താഴ്വശം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ് പീസ് ഈ ചരിച്ച് കട്ട് ചെയ്ത് താഴ്വശം എടുത്ത പോലെ തന്നെ നമ്മുടെ ആ കുടയുടെ തുണിയും അതേപോലെ തന്നെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതും അങ്ങനെ മടക്കി വെച്ചിട്ട് ആ ലൈനിങ് പീസ് എടുത്ത് മേളിലോട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ആ കുടയുടെ തുണിയിലും കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ടോട്ട് ബാഗിൻ്റെ ഉള്ളിലായിട്ട് സിമ്പിളായിട്ടൊരു പോക്കറ്റ് കൊടുക്കാം. അതിന് വേറൊരു കളർ തുണി ഞാൻ ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ പോക്കറ്റ് വെക്കേണ്ട തുണിയൊന്ന് തയ്ച്ചെടുക്കണം. അതിൻ്റെ 4 സൈഡ് ഞാൻ അങ്ങനെ ആ പോക്കറ്റ് വെക്കുന്ന തുണിയുടെ 4 സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് തുണിയുടെ ഇതുപോലെ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ 3 സൈഡ് അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. പോക്കറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാം. നമ്മൾ ഈ പോക്കറ്റ് തയ്ച്ച തുണിയുടെ മേളിലേക്ക് അടുത്ത പീസ് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഇതിൻ്റെ 3 സൈഡും കൂടെ നമുക്കൊന്ന് തയ്ച്ച് വെക്കണം. ഇതാ ഓപ്പൺ ആക്കി ഇടേണ്ടത് ഈ താഴ്ഭാഗത്ത് ചോക്ക് വെച്ച് ഞാനിതാ കുറച്ച് ഭാഗം ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 സൈഡും കൂടെ അങ്ങ് തയ്ച്ച് വെക്കണം. അപ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത് ബാഗിൻ്റെ ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗിൻ്റെ നല്ല വശം ആക്കി എടുക്കാനാണ് ആ കുറച്ച് ഭാഗം അങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം തയ്ച്ച് വെക്കുന്നത് കേട്ടോ. ഇത് ബാഗിനുള്ള വള്ളി തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ. കുടയുടെ തുണി തന്നെയാണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം ജോയിൻറ്റ് ചെയ്ത് വള്ളി തയ്ച്ചെടുക്കണം. അപ്പം ബാഗിനുള്ള വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. വള്ളിയുടെ നീളം പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മുടെ ആ ബാഗിൻ്റെ തുണി എടുക്കുക. ഈ 2 പീസും കൂടെ ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് താഴെ വശത്തുനിന്ന് റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. മേൽഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി ഭാഗം ഫുള്ളായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ബാഗിൻ്റെ തുണി നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിങ്ങനെ രണ്ടായിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് നമുക്ക് ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളം ചെയ്യാം. രണ്ട് സൈഡിലും ഇങ്ങനെ അടയാളം ചെയ്തിട്ട് ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കണ്ടേ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങ് അടയാളം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിലും നമുക്ക് ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കാം. ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് 26 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ രണ്ട് സൈഡിലേക്കും വള്ളി വെച്ചിട്ട് അതൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ വെച്ച് കാണിക്കുന്നുള്ളൂ, തയ്ച്ചുകൊണ്ട് വരണം. അങ്ങനെ രണ്ട് സൈഡിലും വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് ലൈനിങ് നല്ല വശം ആക്കിയിട്ടില്ല, ലൈനിങ് ചീത്തവശം ആക്കി വെച്ചിട്ട് തന്നെ നമ്മുടെ ബാഗ് നല്ല വശം ആക്കിയിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിങ് തുണിയും ബാഗിൻ്റെ തുണിയും കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ടില്ല, അതിലൂടെ വേണം നമുക്ക് ഈ ബാഗിൻ്റെ നല്ല വശമാക്കി എടുക്കാൻ കേട്ടോ. ഇങ്ങനെ നല്ല വശമാക്കി എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് ആ ബാഗ് നല്ല ഷേപ്പാക്കി എടുക്കണേ. ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ലൈനിങ്ങിൻ്റെ ഈ താഴ്വശം ഓപ്പൺ ആണല്ലോ, അത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ ലൈനിങ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാഗിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് റൗണ്ടായിട്ട് ഇനിയും തയ്ക്കണം, നല്ല വശത്തൂടെ. എന്ന് വെച്ചാൽ നമ്മുടെ ആ കുടയുടെ തുണിയുടെ മേളിൽ കൂടെ റൗണ്ടായിട്ട് അങ്ങ് തയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം അകത്തോട്ട് ലൈനിങ് വെച്ചിട്ട് വേണം ഇതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ആ ലൈനിങ് ഉള്ളിൽ തന്നെ ഇരുന്നോളും, പുറത്തോട്ട് വരത്തില്ല കേട്ടോ. ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ബാഗ് ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെൽക്രോ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും വെച്ച് അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോട്ട് ബാഗ് റെഡി ആയിട്ടുണ്ട്. ടോട്ട് ബാഗെന്നും ഹാൻഡ് ബാഗെന്നും ഷോപ്പിംഗ് ബാഗെന്നും ഒക്കെ പറയാം കേട്ടോ. പഴയ ഒരു കുട വെച്ച് നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ കുടയുടെ തുണി നമ്മൾ ഇനി വേസ്റ്റ് ചെയ്യേണ്ട, ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബാഗ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നല്ലൊരു കളറും കൂടെ കേട്ടോ, പിങ്ക് കളർ, നല്ല രസമില്ലേ. അപ്പം പഴയ കുട ഇപ്പം ബാഗായി തീർന്നിട്ടുണ്ട്. അപ്പോൾ കുടയുടെ തുണി ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സിബ് വെച്ചിട്ടുള്ള പേഴ്സ് കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ആ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഇഞ്ചിലാണ് എടുത്തതെന്ന് ചോദിച്ചാൽ 10 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിക്കുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ സിബ് വെച്ചിട്ടുള്ള പേസ് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ സിബ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടയുടെ തുണിയുടെ മേളിൽ സിബ് എടുത്ത് വെച്ചു, അതിൻ്റെ മേളിൽ ലൈനിങ് എടുത്ത് വെച്ചു. ഇത് മൂന്നും കൂടെ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ക്കാം കേട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ച് പോകണം. അപ്പോൾ ഇതുപോലെ സിബ് വെച്ചിട്ടുള്ളൊരു പേഴ്സ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പൈസയൊക്കെ ഇതിൽ വെച്ചിട്ട് ആ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ കുടയുടെ ബാലൻസ് തുണി എടുത്തിട്ട് ഇതുപോലെ സിബ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പേഴ്സ് കൂടെ തയ്ക്കുന്നതാണ് കേട്ടോ. ഒരു സൈഡിൽ സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ആ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ. മേളിൽ കൂടെ ഇതേപോലെ തന്നെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ കുടയുടെ പീസ് തുണി എടുത്ത് താഴെ വെച്ചിട്ട് സിബ് പിടിപ്പിച്ച തുണി അതിൻ്റെ നേരെ മേളിലോട്ട് വയ്ക്കുക. ഇനി നമുക്ക് ആ സിബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ലൈനിങ് അടുത്ത പീസ് എടുത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്യുക. ഈ സിമ്പിളായിട്ടുള്ള പേഴ്സൊക്കെ തയ്ക്കുമ്പോൾ ലൈനിങ്ങും കൂടെ ഇട്ട് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ സിബ് പിടിപ്പിക്കുന്ന സ്ഥലത്ത് ആ ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പും പിന്നെ ആ തുണിയുടെ തയ്യൽ തുമ്പും ഒന്നും കാണത്തില്ല. ഇത് കണ്ടാകവും പുറവും ഒരേപോലെ തന്നെ നീറ്റായിട്ടിരിക്കും കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെയും കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ. സിബിൻ്റെ ആ സൈഡോട് ചേർത്ത് നമ്മൾ ആദ്യം ഒരു വശം തയ്ച്ചില്ല, അതേപോലെ തന്നെ അടുത്ത സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി നമുക്ക് ആ കുടയുടെ തുണി ഇതുപോലെ ഒരു സൈഡിലേക്ക് 2 പീസും ആക്കുക. പിന്നെ ആ ലൈനിങ് പീസും കൂടെ ഒരു സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴ്വശത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തയ്ക്കണം. കൈ കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടോ?
സ്ക്വയറായിട്ട്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് മാത്രം താഴെ വശത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിടുക. എന്തിനാണെന്നറിയാമല്ലോ, നമുക്ക് ഇതിൻ്റെ നല്ല വശമാക്കി എടുക്കാനാണ് അത്രയും ഭാഗം ഓപ്പൺ ആക്കിയിടുന്നത്. ബാക്കിയുള്ള സ്ഥലം ഇതുപോലെ സ്ക്വയറായിട്ട് അങ്ങ് ബാക്കി തയ്ക്കുക. അപ്പോൾ കുടയുടെ ബാക്കി തുണി കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് സിബ് വെച്ചിട്ടുള്ള പേഴ്സും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസയൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹാൻഡ് ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകട്ടോ. ഈ ഹാൻഡ് ബാഗിനകത്ത് മാത്രമല്ല വെച്ചുകൊണ്ട് പോകാം, ഇത് മാത്രമായിട്ടും കൊണ്ടുപോകട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പേഴ്സാണ് നമ്മൾ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ട് ബാഗിനകത്തും കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകാം. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നോട്ട്ബുക്കൊക്കെ വെച്ച് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിലും ഒരു പോക്കറ്റുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാം കേട്ടോ. ലൈനിങ്ങും കൂടെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ കേട്ടോ. പഴയ കുട വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ ബാഗൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇത് മഴ സമയത്താണെങ്കിൽ ഈ ഒരു ബാഗ് നമുക്ക് പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊന്നും ഒട്ടും വെള്ളം കൊണ്ട് നനയത്തേയില്ല. അതുപോലെ ആ സിബ് വെച്ച് തയ്ച്ചിരിക്കുന്ന പേഴ്സാണ്, വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് കുടയുടെ തുണി കൊണ്ട് തയ്ക്കണം എന്നൊന്നുമില്ല, പേഴ്സ് അല്ലാത്ത തുണി ഉണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പേഴ്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതുപോലത്തെ ബാഗാണേലും വേറെ തുണിയിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബാഗും പിന്നെ ചെറിയ പേഴ്സൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.